இப்போ யாரும் எடுக்கிறதில்ல, எல்லாம் நிறுத்தி ஒரு டிக்கெட் எடுக்கு. 12 சேம்பு எடுத்தாலும் ஒரு டிக்கெட் எடுக்கு. அப்புறம் எங்கே பிரேஸ் உண்டு? பிரேஸ் இல்லை, ஒன்றும் இல்லை. நாங்கள் என்ன ചെയ്യാൻ പറ്റും? இதுதான் நடக்கும். അപ്പോൾ 40 രൂപയിലേക്ക് തന്നെ മാറ്റണം. 40 രൂപയ്ക്ക് ആകണം. എല്ലാം പഴയ എല്ലാം 50 രൂപ ടിക്കറ്റേ വേണ്ട. 40 രൂപ ആകണ ടിക്കറ്റ് സെയിൽസ് ആവും. 5000 പ്രൈസ് പറഞ്ഞാൽ കുറച്ച് കൂട്ടുക, പിന്നെ 50 ഒഴിവാക്കിയിട്ട് ആ 100 തന്നെ വയ്ക്കുക, സ്ഥിരമാക്കുക. പിന്നെ 2000 അതിൽ ഉൾപ്പെടുത്തണം, എങ്കിലും ഉള്ള ബിസിനസ് നടക്കത്തുള്ളൂ. എല്ലാ സാധാരണപ്പെട്ടവർക്ക് എല്ലാവർക്കും 5000, 2000, 1000 അതിലെ പ്രതീക്ഷ. ഫസ്റ്റ് പ്രൈസ് ഒരാൾക്കല്ല അടിക്കുന്നത്. അതാണ് നോക്കുന്ന പോലുമില്ല. ഇല്ല, ആരും ഫസ്റ്റ് പ്രൈസ് ഒന്നും ആരും നോക്കത്തില്ല. അത് വേസ്റ്റ് ആയിട്ട് കളയത്തേ ഉള്ളൂ, ചുരുട്ട് കളയത്തേ ഉള്ളൂ. 4 ടിക്കറ്റ് എടുക്കുന്നത്, ഒരു ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. 40 രൂപയായിരുന്നോ നല്ലത്? 40 രൂപ നല്ല. ഇത് വെറും ഗുഡായിപ്പ് ടിക്കറ്റ്, വെറും വെറും ഗുഡായിപ്പ് എല്ലാ ടിക്കറ്റും ഭയങ്കര മടുപ്പാണ്. കച്ചവടം ഭയങ്കര കുറവാണല്ലോ. ഇപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് പോയി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവരുടെ 1 മണിക്കൂർ വേസ്റ്റ് ആവുക. നേരത്തെ 3 മണിക്ക് നറുക്കെടുപ്പ് തുടങ്ങിയാൽ 4 റിസൾട്ട് കഴിക്കിട്ട് അവർ പോകും. ഇപ്പോൾ 5 മണിക്കാണ് കൈ വരുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെ 2 മണിക്കായിരുന്നു നറുക്കെടുപ്പ്. അപ്പോൾ 4 മണിക്കാണ് റിസൾട്ട് കൈ വരുന്നത്. അപ്പോൾ 2 മണിക്കൂർ നറുക്കെടുപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. എന്തിനീ 50 രൂപ വായിക്കാനാണ് 3/4 മണിക്കൂർ കളയുന്നത്. നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ലോട്ടറി, മദ്യം, GST മുതലായ കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ലോട്ടറിയുടെ കാര്യത്തിൽ സർക്കാർ ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ 40 രൂപയായിരുന്ന കേരള ലോട്ടറി 2-ാം തീയതി മുതൽ 50 രൂപയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില പ്രൈസുകൾ എടുത്തു മാറ്റുകയും ചില പ്രൈസുകൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ 40 രൂപയിൽ നിന്ന് 50 രൂപയിലേക്ക് കേരള ലോട്ടറിയുടെ വില ഉയർത്തിയതിൽ എന്താണ് ലോട്ടറി എടുക്കുന്നവർക്കും ലോട്ടറി വിൽക്കുന്നവർക്കും പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതെങ്ങനെയാണ് ഈ ഒരു ലോട്ടറി വ്യവസായത്തെ ഏറ്റവും റൂട്ട് ലെവലിൽ നിന്നും ഏറ്റവും ഹൈ ലെവലിലേക്ക് ബാധിച്ചതെന്നും നമുക്കൊന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ശ്രീ ഭഗവതി ലക്കി സെൻറ്റർ നടത്തുന്ന ചേട്ടനാണ്. എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായി. ഇപ്പോൾ കേരള ലോട്ടറിയുടെ വില 40-ൽ നിന്ന് 50 ആക്കി. അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്? இப்போ 40 ரூபா ஆகுனா நல்லது, 40 രൂപ நல்லது. அப்போ கச்சோடம் ஓடும். 50 ரூபா வேண்டாம், 40 ரூபா ஆகுனாக்கா எங்களுக்கு நல்லதா. ஆமாம், எப்படின்னா கச்சோடம் பூரா மடுப்பா, டிக்கெட்டு பூரா மிச்சம் வருது, மிச்சம் வருது. எங்களுக்கு நஷ்டமாயி. வியாபாரமே இல்லை, கச்சோடமே குறைவாയി. അങ്ങനെ ഉള്ളു. അപ്പോൾ ഇപ്പോൾ ലോട്ടറി എടുത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നില്ല. எடுத்தால் வேற எங்களுக்கு வேற பயத்துப்பாடுக்கு வேணும்ல, சாப்பாடுக்கு வேணும்ல. அதனால் கொஞ்சம் கொஞ்சமாக எடுக்கு. இத்தனை கூடுதலாக எடுக்கொண்டு இப்போ எடுக்கல, எல்லாமே குறைச்சி எல்லாரும் எடுத்த மாதிரி நஷ்டம் தான் வருது எங்களுக்கு. അങ്ങനെ ഉള്ളു. ஆமாம். പിന്നെ പ്രൈസിലൊക്കെ എങ്ങനെയാണ് മാറ്റം? பிரேஸுக்கு 5000 ரொம்ப கம்மியாக்கி, இது 1000 கம்மியாக்கி. இது 50 രൂപയും 500 കൂടുതലാക്കുന്ന എങ്ങനെ വെച്ച് കിട്ടും? 100. പിന്നെ 5000 കൂടുതലാക്കി, 1000 കൂടുതലാക്കി 100 ഒരു 500 போட்டாൽ മതിയല്ലോ. ഒരു 50 രൂപ போட்டு என்ன புண்ணியம்? ഒരാൾ എടുക്കുന്നില്ല. ഇങ്ങനെ தான் കുഴപ്പം. 400 ടിക്കറ്റ് 300 ടിക്കറ്റ് മിച്ചം വരുത്. നാங்கள் എന്തേ പറ്റും? ഇതിനു മുമ്പ് അപ്പോൾ എങ്ങനെയായിരുന്നു? 40 ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? 40 കുഴപ്പമെല്ലാം വരുന്നത്. ടിക്കറ്റ് തീരും, 3 മണിക്കുള്ളിലെല്ലാം തീർந்துடும். 40 രൂപ എന്താ ഇപ്പോൾ 50 രൂപ ആകുമ്പോൾ யாரும் എടുക്കുന്നില്ല. നിർത്തി. പിന്നെ അതുമാത്രമല്ല, സർക്കാർ ഇത് മാറ്റിയപ്പോൾ നറുക്കെടുപ്പ് 2 മണിക്കാക്കിയായിരുന്നു. പിന്നെ ടിക്കറ്റ് തീരാത്തത് കൊണ്ടാണ് വീണ്ടും 3 മണിയിലേക്ക് ആക്കിയത്. 3 മണി ആക്കി. 2 മണി ആക്കുമ്പോൾ ரொம்ப மிச்சம் வந்துருச்சு. இப்போ 3 மணி ஆகிக்குமே மிச்சம் தான் வருது. ஏன்னா யாரும் எடுக்குதில்ல. நான் அப்போ 12 சேம்பு 450 ரூபா வச்சு கொடுத்தது. 450 ரூபா வச்சு முதல் கொடுத்துச்சு. எங்களுக்கு அதில் 30 ரூபா டிஸ்கவுண்ட் விட்டுச்சு. சரின்னு இப்படி விற்று இப்போ 600 ரூபானா வேண்டான்னு പറയുது. அப்போ 550 ரூபாய் கேட்க, 550 ரூபாய் கேட்டால் எங்களுக்கு முதலாகும். எങ്ങനെ முதலாகுதில்ல, എങ്ങനെ പറ്റും? 42, 70 ഇങ്ങനെ വയ്ക്കി എന്താ ചെയ്യാൻ പറ്റും? നാங்கள் ഇത് സർക്കാർ ரொம்ப மோசம். ஆமாம், இது பயங்கர மோசம். எங்கே தெட்டு செய்யக்கூடாது. பாவப்பட்டவர் பணிக்கு போயிட்டு ஒரு கூலி மணி போயிட்டு 1000 ரூபாய்க்கு எடுத்து 1000 ரூபாய்க்கு பண்ணி போயிட்டு 200, 300 லாட்டி எடுத்தால் எங்கே வரட்டும்? பைசா பூரா கலைஞ்சி போகுது. இப்போ எல்லாருமே பணிக்காரர் பூரா நாட்டுக்கு போயிட்டு அங்கே பணிக்கு போயிட்டு வந்துட்டு இப்போ யாரும் எடுக்குதில்ல. வேண்டாமடா, ஒரு டிக்கெட்டு மதி. ஒரு டிக்கெட்லேயும் 50 ரூபா வச்சு எங்கே கிட்டும்? இப்போ இத்தனை டிக்கெட் வந்து எவ்வளோ அடிச்சிருக்கு? 100 ரூபா தான் அடிச்சிருக்கு. 700 டிக்கெட்டு விற்றதில் அந்த 700 டிக்கெட்டில் 300 டிக்கெட்டு மிச்சம்.
400 ടിക്കറ്റിൽ എവിടെ അടിച്ചിട്ട് 100 രൂപ അടിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാർ നിങ്ങൾ ചൊല്ലി പറங்க டிக்கெட்டு விலையை 40 ரூபா ஆகுங்க. இல்லைன்னா இதுக்கு 5000 வச்சு பிரைஸ் கூட்டணும். 1000 5000 கூட்டினா முதலாகும். இல்லைன்னா ஒன்றும் பற்றிല്ല. அது കച്ചവടം എല്ലാവരും നിർത്തപ്പെടും. ഈ 50 രൂപ കൂട്ടുന്നതിന് പകരം 2000 അല്ലെങ്കിൽ 5000 കൂട്ടണം. ഇപ്പോൾ 2000 5000 എല്ലാം നിർത്തിരുச்சு. 2000 നിർത്തി. ശരി ശരി. இதுக்கு 200 ரூபா பிரைஸ் போகிறோம். அது எல்லாம் நிறுத்தி இதில் எங்கே இது எப்படி பண்ணுது? எந்த செய்யாமல் பட்டோம் நாங்கள். അപ്പോൾ ചേട്ടൻ പറയുന്നത് தமிழ்நாட்டுக்காரர் தான் கூடுதல். அங்கே கூடுதல் தமிழ்நாட்டுக்காரர் தான் கூடுதல் வைக்க. தமிழ்நாட்டுக்காரர் இப்போ எல்லாம் நாட்டுக்கு போகுது. அப்போ பெரிய பெரிய கடையில் மிச்சம் வரும். நாங்கள் என்ன செய்யாமல் பட்டோம்? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർക്കാരിനോട് പറയുന്നത് 40 രൂപ തന്നെയാണ് നല്ലതെന്നാണ്. സർക്കാർ 40 രൂപ ടിക്കറ്റ് ആക്കിനാ എല്ലാവരും കൂടി വിൽക്കും. കച്ചവടം ഓടും. இல்லைன்னா ஓடுதில்லை. கச்சவடம் ஓடுதில்லை. நாங்கள் நாட்டுக்கு போவோம். பின்ன எல்லாரும் சர்க்கார் டிக்கெட் எல்லாம் எடுத்து மிச்சம் கொண்டு போட்டோம். நம்ம எந்த ചെയ്യാൻ പറ്റും? பெரிய பெரிய கடையில் எடுங்கன்னா எങ്ങനെ எடுക്കാൻ പറ്റും? நாங்கள் நஷ்டப்பட்டு நிற்க முடியும். സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് இந்த மாதிரி ஒரு முடிவு எதிர்பார்த்தீங்களா? முடிவு எதிர்பார்க்க இல்லைல்ல. இப்போ முதலமைச்சர் அதனை செய்ய வேண்டியன எதிர்பார்க்க மாட்டேங்களே. சர்க்கார் இருக்க பார்க்க மாட்டாங்க. பாவப்பட்டவரில் இங்கே செஞ்சால் நாங்கள் என்ன செய்யாமல் பட்டோம்? இப்போ யாரும் எடுக்கிறதில்ல. எல்லாம் நிறுத்தி ஒரு டிக்கெட் எடுக்கு 12 சேம்பு எடுத்தாலும் ஒரு டிக்கெட் எடுக்கு. அப்புறம் எங்கே பிரைஸ் உண்டு? பிரைஸ் இல்லை, ஒன்றும் இல்லை. நாங்கள் என்ன செய்ய மாட்டோம்? இதுதான் நடக்கும். അപ്പോൾ 40 രൂപയിലേക്ക് തന്നെ മാറ്റണം. 40 രൂപയ്ക്ക് ആകണം. എല്ലാം പഴയ എല്ലാം 50 രൂപ ടിക്കറ്റേ വേണ്ട. 40 രൂപ ആകണ ടിക്കറ്റ് സെയിൽസ് ആവും. ശരി. താങ്ക് യു. ഓക്കെ. ഇത് പുള്ളി കളിച്ചാൽ മതി. ഉറപ്പായിട്ടും അയക്കാം. കച്ചവടം വളരെ മോശമാണ്. കച്ചവടം മോശമാണ്. വളരെ മോശമാണ്. ടിക്കറ്റ് മിച്ചോ. കസ്റ്റമർ ഇല്ല എടുക്കാൻ. ഇല്ല. അപ്പോൾ ഈ ഒരു തീരുമാനം സർക്കാർ എടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷിച്ചത്? ഇന്ന കാര്യങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു? പ്രൈസ് ഘടനയെ മാറ്റം വരുമെന്നായിരുന്നു. 5000 തീരെ കുറവാണ്. 50 രൂപ വന്നിട്ടുണ്ടല്ലോ, കുറേ ചവറ് പോലെ. വെറുതെ അതിനുള്ള സെയിൽ നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ പ്രൈസിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലാണ് ഒന്ന് പിടിച്ചിക്കാൻ പറ്റുക? ഇതിപ്പോൾ ഇവർ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. 5000 പ്രൈസ് ഘടന കുറച്ച് കൂട്ടുക. പിന്നെ 50 ഒഴിവാക്കിയിട്ട് ആ 100 തന്നെ വയ്ക്കുക, സ്ഥിരമാക്കുക. പിന്നെ 2000 അതിൽ ഉൾപ്പെടുത്തണം. എങ്കിലേ ഉള്ളൂ ബിസിനസ് നടക്കത്തുള്ളൂ. എല്ലാ സാധാരണപ്പെട്ടവർക്ക് എല്ലാവർക്കും 5000 2000 1000 അതിലെ പ്രതീക്ഷ. ഫസ്റ്റ് പ്രൈസ് ഒരാൾക്കല്ല അടിക്കുന്നത്. അതാരും നോക്കുന്ന പോലുമില്ല. 75 ഇല്ല, ആരും ഫസ്റ്റ് പ്രൈസ് ഒന്നും ആരും നോക്കത്തില്ല. അത് വേസ്റ്റായിട്ട് കളയത്തേ ഉള്ളൂ, ചുരുട്ടി കളയത്തേ ഉള്ളൂ. 5000 2000 അതുപോലെ 100 ഇതിലൊക്കെയാണ് ആൾക്കാരുടെ നോട്ടം വരുന്നത്. അതിൽ 2000 എടുത്ത് കളഞ്ഞത് അടിയായിട്ടുണ്ട്. അതുപോലെ 5000 കുറച്ചിട്ടുണ്ട്. 5000 കൂട്ടണം. ഒരു 23,000 മിനിമം വേണം കച്ചവടം ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇത് ചില്ലറ വിൽപ്പനക്കാരെയും ഹോൾസെയിൽ വിൽപ്പനക്കാരെയും ഒരുപോലെയാണോ ബാധിച്ചേക്കണേ? ഹോൾസെയിലർക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. അത് വെളിയിൽ വരും. കച്ചവടക്കാർ എടുക്കും. അതെടുത്ത് കച്ചവടക്കാരൻ്റെ കയ്യിലിരുന്ന് കാശ് പോകും. ഹോൾസെയിലർക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. ഇതിനകത്ത് ഒരു നഷ്ടം അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ എല്ലാ ദിവസവും എടുത്തിരുന്ന ആളുകളുടെ സമീപനം എന്താണ്? ഇപ്പോൾ കസ്റ്റമർ ഇല്ല, അവരില്ല, വരുന്നില്ല. ഇപ്പം 12 എടുത്ത് ഇരിക്കുന്ന ആൾക്കാർ 5 എണ്ണത്തിക്കുള്ള എടുക്കത്തുമില്ല. ഇല്ല. അപ്പോൾ അത്രത്തോളം ദാരുണമാണ് അവസ്ഥ. അതെ, തീർച്ചയായിട്ടും. ഇതിനുടനെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമല്ലേ? അത് സർക്കാരല്ല മാറ്റം വരുത്തേണ്ടത്. അല്ല, നിങ്ങൾ എല്ലാവരും കൂടി ഇതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ. അപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂലേ? തീർച്ചയായിട്ടും. ഓക്കെ. താങ്ക് യു. ചേട്ടനോട് എത്ര ആളായിട്ട് കച്ചവടം നടത്തുന്നത്? ഞാൻ 8 വർഷമായി. 8 വർഷമായി. 8 വർഷത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇത് ആദ്യമാണല്ലേ? ആദ്യം 50 വന്നപ്പോൾ പെട്ടെന്ന് കച്ചവടം ഡൗൺ ആയി. അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം വന്നാൽ കൗണ്ടർ നോക്കിയാൽ കാണാം, ടിക്കറ്റ് മിച്ചമായിരിക്കും. എല്ലാ കൗണ്ടറുകളിലും മിച്ചമായിരിക്കും. ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ലോസ് ആവും, നഷ്ടം വരും. പലിശയ്ക്ക് എടുക്കേണ്ടി വരും പൈസ. പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ആ ഒരു സ്റ്റേറ്റിലോട്ട് പോകും ബിസിനസ്. ആ അവസ്ഥയിലോട്ട് പോകും. ശരി, മാറ്റം നല്ല പ്രൈസ് കൊടുത്താൽ നല്ല കച്ചവടം ഉണ്ടാക്കും. 50 കാണിച്ചിട്ട് 2000 കെട്ടിക്കളഞ്ഞില്ലേ? ഇപ്പോൾ 2000 രൂപയില്ല, പിന്നെ 5000 രൂപ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. 50 കുറവാണ്. അപ്പോൾ ഇത് എടുക്കുന്ന ആൾക്കാരെ പിന്തിരിപ്പിച്ചിട്ടുണ്ടോ? അവർ എടുക്കുന്ന 4 ടിക്കറ്റ് എടുക്കുന്നത്, 1 ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. ഇതിനു മുമ്പ് കച്ചവടം അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഇത് നേരത്തെ 40 രൂപ ടിക്കറ്റ് ആകുമ്പോൾ 5 ടിക്കറ്റ് എടുക്കുന്നവർ
ഇപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം എടുക്കുന്നത്, അപ്പോൾ ടിക്കറ്റ് കുറയുന്നുണ്ട്. ടിക്കറ്റ് കുറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ 50 രൂപ തന്നെ ആണെങ്കിൽ എന്തൊക്കെ ചേഞ്ചാണ് കൊണ്ടുവരേണ്ടത്? ഇനി പ്രൈസ് കൂട്ടണം, 2000 രൂപ 2000 കൊണ്ടുവരാം, തിരികെ കൊണ്ടുവരാം. കയറ്റണം. പിന്നെ അതുപോലെ 50 രൂപയുടെ ആവശ്യമില്ലേ? ആവശ്യമില്ല 50 രൂപ, കുറേ 50 രൂപ 50 രൂപ കളഞ്ഞിട്ട് 2000 കൊടുത്താൽ മതി. കുറച്ചാൽ മതി. ഓക്കെ താങ്ക് യു കേട്ടോ, താങ്ക് യു. എങ്ങനെ തോന്നുന്നുണ്ട് ഈ മാറ്റം? നല്ലതാണ് ഈ മാറ്റം? അല്ല അല്ല. എന്താണ് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്? എന്താ? തുപ്പിടോ ഇത് ലോട്ടറി അതെ. അല്ല കുഴപ്പമില്ല, അഭിപ്രായം പറയണേ. കാരണം ആളുകൾ പ്രതികരിച്ച ചിലപ്പോൾ ഇത് മാറ്റം വരും. പറഞ്ഞോ, എടുക്കാൻ തുടങ്ങിയ ലോട്ടറി ചേട്ടൻ കൂടുതൽ എടുക്കാൻ തുടങ്ങിയെന്നാണ് 50 ആക്കിയപ്പോൾ. പറ. 40 രൂപ വരുന്നോ നല്ലത്? 40 രൂപ നല്ല. ഇത് വെറും ഗുലാബ് ടിക്കറ്റ്, വെറും മണ്ടത്തരം. വെറും ഗുലാബ് ടിക്കറ്റ്, എല്ലാ ടിക്കറ്റും. ഈ 50 രൂപ കൂട്ടിയിട്ടുണ്ട്, 50 രൂപയുടെ പ്രൈസ് കുറേ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, അത് വെറുതെ അളവാകും. ഈ ചുമ്മാ കളിപ്പീര് 5000 കുറച്ച് 2000 എടുത്ത് കളഞ്ഞു. 1.5 കോടി രൂപ ടിക്കറ്റ് എടുത്ത് കളിച്ചിരിക്കുന്നതാണ്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വെറും ഗുലാബ്, ഇത് വെറും ഗുലാബ്. ഇല്ല, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചോ? ഇല്ല, പക്ഷേ ഇത് മഹാഗുലാബ്. കാരണം നമ്മുടെ സർക്കാരിന് ഏറ്റവും വലിയ വരുമാനം ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഇതുപോലെ കളിപ്പീര് വരരുത്. പാവപ്പെട്ടവർ മുഴുവൻ നശിക്കുക ഈ ടിക്കറ്റ് കൊണ്ട്. ഇത് 5000 ഒരു 10-30 എങ്കിലും വിടുകയാണെങ്കിൽ പിന്നെ 5000 വരും. ഇത് ചുമ്മാ കളിപ്പീര്. ഫസ്റ്റ് പ്രൈസ് കൂട്ടിയിട്ടുണ്ട്, 1 കോടി ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യവുമില്ല. ഇവിടെ പറഞ്ഞോ ചേട്ടൻ പറഞ്ഞു ധൈര്യം നല്ല ഉടായ്പാണല്ലേ? വെറും ഉടായ്പ. ഭയങ്കര മടുപ്പാണ്, കച്ചവടം ഭയങ്കര കുറവാണല്ലേ? ഒരു 18,000 ആക്കി, 23 ഉള്ളതിനകത്ത്. ഈ 50 രൂപയൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ, 50 രൂപയുടെ പ്രൈസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ടിക്കറ്റിന്റെ കാശല്ലേ അതുള്ളൂ. എല്ലാവരും 5000 പ്രതീക്ഷയല്ലേ ഇത് എടുക്കുന്നത്. 5000 23 ഉള്ളതിനകത്ത് 18 ആക്കി. അത് കുറച്ചിട്ടാണ് 50 രൂപ പ്രൈസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുവെ കച്ചവടക്കാർക്കും മടുപ്പാണ്, എടുക്കുന്നവർക്കും മടുപ്പാണ്. ഹോൾസെയിലിനും മടുപ്പ്, ചില്ലറക്കാർക്കും മടുപ്പാണ്, എല്ലാവർക്കും മടുപ്പാണ്. ഈ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞോ? പിന്നെ കുറവുണ്ട്, എല്ലാവരും മിച്ചാണ് ടിക്കറ്റ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിനെ എങ്ങനെ പരിഹരിക്കണമെന്നാണ് ഒരു ഐഡിയ? എന്താണ് അത്? പഴയ പോലെ തന്നെ 23 25 രൂപ ആക്കി കൊടുക്കണമായിരുന്നു. ഈ 5000 50 രൂപയുടെ പ്രൈസ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇനി 2000 രൂപയൊക്കെ എടുത്ത് കളഞ്ഞല്ലോ. അതാ പറഞ്ഞത്, പ്രൈസ് കുറച്ചിട്ടാണ് 80 രൂപ കൂട്ടിയത്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ ഈ നറുക്കെടുപ്പ് സമയം 2 മണിയാക്കിയായിരുന്നു, പിന്നെ അത് മാറ്റി 3 മണിയാക്കി. ഇനി 2 മണിയാക്കിയാലുള്ള പ്രശ്നം? 2 മണിയാക്കിയാൽ കടയിലെല്ലാം ടിക്കറ്റ് മിച്ചം കിടക്കും. കട തന്നെ നിന്ന് പോകും. അപ്പോൾ ഇത് നിങ്ങൾ ഐക്യകണ്ഠേന നിങ്ങളുടെ ഒരുപോലെ തന്നെ എല്ലാവരുടെയും തീരുമാനം? എല്ലാവരും പോലെ തന്നെ. ഓക്കെ ഏട്ടാ, താങ്ക് യു. 40 രൂപയായിരുന്നു നല്ലത്. പക്ഷേ ഇപ്പോൾ 50 ആക്കിയതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 50 ആക്കിയോണ്ട് മനുഷ്യർ 10 രൂപ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നില്ല. 50 ആക്കിയെന്ന് പറഞ്ഞുകൊണ്ട് 10 രൂപ കൂടുതലല്ല ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുക. അങ്ങനെ. അത് മാത്രമല്ല, പ്രൈസുകളിലൊക്കെ മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രൈസുകളിലൊക്കെ മാറ്റമുണ്ട്. 50 രൂപയുടെ പ്രൈസ് വന്നിട്ടുണ്ട്, അത് ഒരുപാടുണ്ട്. 50 രൂപയുടെ പ്രൈസ് അതിന് ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ 50ന്റെ ആവശ്യമില്ല, പക്ഷെ 5000 എണ്ണം കൂട്ടിയാൽ മതിയായിരുന്നു. അതെ, 40 രൂപയ്ക്ക് ആയിരുന്നെങ്കിൽ കച്ചവടം ആവുകയും ചെയ്യും. പിന്നെ 5000 എണ്ണം കൂട്ടണമായിരുന്നു. ആ സെക്കൻഡ് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് 1 കോടി കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് പ്രൈസ് 75 കൊടുക്കണ്ടായിരുന്നു. അതിന് 5000 എണ്ണം കൂട്ടിയാൽ മതിയായിരുന്നു. എങ്ങനെയാണ് ഞങ്ങളോട് എടുക്കാൻ വരുന്നവർ ഞങ്ങളോട് ഇതാണ് അഭിപ്രായം പറയുന്നത്. 50. അതെ, അതുകൊണ്ട് മനുഷ്യൻ ഞങ്ങളുടെ കാശ് പോവുക, എടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ എടുക്കാൻ വരുന്നവർ പറയുന്നുണ്ട്. ഈ ഹോൾസെയിൽ എടുക്കുന്നവർക്ക് ഇത് ബാധിക്കുമോ? ഹോൾസെയിൽ എടുക്കുന്നവർക്കും ബാധിക്കും. കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വിൽക്കുന്നവരുടെ നിന്ന് ടിക്കറ്റ് ചിലവാകാതെ വരുമ്പം ഹോൾസെയിലുകാരുടെ നിന്നും എടുപ്പ് കുറയും. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ അല്ലേ? അതാണ്. അപ്പോൾ ഇനി പ്രൈസ് കൂട്ടാന്നുള്ളൂ. പ്രൈസ് കൂട്ടുകയെന്നുള്ളൂ. 5000 എണ്ണം കൂട്ടണം. 2000 തിരിച്ചുകൊണ്ടോ? 2000 തിരിച്ചും വരണം. 50 ആക്കിയപ്പം മുതൽ ഈ ആദ്യമേ നമ്മുടെ ഈ സമാശ്വാസ സമ്മാനം ഉണ്ടല്ലോ, അത് 11 എണ്ണത്തിന് 3000 രൂപ വെച്ച് കുറച്ചായിരുന്നു. അതിപ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പം 8000 രൂപയായിരുന്നു നേരത്തെ. 8000 രൂപ 5000 ആയിട്ട് കുറച്ച്, 3000 രൂപ കുറച്ച്. അപ്പം അതിൽ നിന്ന് തന്നെ സർക്കാരിനൊരു 33,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ 50 രൂപ 250 മേലെ 50 രൂപ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അവരിറക്കുന്നത്. 250 രൂപയുടെ സമ്മാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ 12,000 രൂപയുടെ സമ്മാനമേ ഉള്ളൂ. 12,500 13,000 രൂപയ്ക്ക് ഇടയ്ക്ക് വരുന്നുള്ളൂ. ഈ 50 രൂപയുടെ സമ്മാനം ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് അടിച്ച് ഒരു പിറ്റേ ദിവസം ഒന്നും മാറാൻ പോകുന്നില്ല, അതിന് ടിക്കറ്റ് എടുക്കത്തേ ഉള്ളൂ. അതായിരിക്കണം അവർ ഉദ്ദേശിക്കുന്നത്, ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ 100, 50, 100 അല്ല 100, 500 ഈ സമ്മാനം ഈ 50 ടോട്ടലി എടുത്ത് കളഞ്ഞിട്ട് 100, 500 കയറ്റാനുള്ളതേ ഉള്ളൂ. ആൾക്കാർക്ക് എടുക്കുന്ന ഇത് 50 രൂപ കൊണ്ട് അവർക്ക് പിറ്റേ ദിവസം ലോട്ടറി എടുത്തിട്ട് ഇതൊരു വരുമാനം പോലെ അല്ലല്ലോ ആൾക്കാർ ഉദ്ദേശിക്കുന്നത്, ഭാഗ്യപരീക്ഷണമല്ലേ. എന്ത് പറഞ്ഞാലും കൂടുതൽ എമൗണ്ട് തന്നെയാണ് ആൾക്കാർക്ക് വേണ്ടതും അത് തന്നെയാണ്. പിന്നെ ഏറ്റവും ചെറിയ കച്ചവടക്കാർ, അതായത് 30 ടിക്കറ്റ് 60 ടിക്കറ്റ്, അവർ സേഫാണ്. അവർ എപ്പോഴും ടിക്കറ്റ് തീരും പറയുന്നത്. ഒരു മേലാത്ത ഒരു പ്രായമായവരുടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ ടിക്കറ്റ് തീരും. നല്ല വലിയ ഏജൻസികൾ അവരുടെ നിന്നും ടിക്കറ്റ് തീരും. പല കടകളൊക്കെ അവർ ഇട്ട് വിറ്റ് ഒരു കട തീർന്ന് അടുത്ത കട കൊണ്ടിടാം. ഒത്തിരി ഹോൾസെയിലും അങ്ങനെയൊക്കെ അവരുടെ തീരും. ഈ ഇടത്തരക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ, പൊട്ടിപ്പോവും. ഈ ഒരു പോക്കാണെങ്കിൽ ഉടനെ പൊട്ടിപ്പോവും. മഴക്കാലം കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, ഒരുപാട് മിച്ചമാണ് ടിക്കറ്റ് മിക്കവരുടെയിലും, ഒരുപാട് മിച്ചം. അതിലും ഡെയിലി ഒരു 2,000-3,000 രൂപയൊക്കെ മിച്ചം വരുവാന്ന് പറഞ്ഞാൽ തന്നെ 10 ദിവസം ആകുമ്പം തന്നെ തീർന്ന ആൾക്കാർ പിന്നെ അത് കടം മേടിച്ച് ഇങ്ങനെ നാളെ പ്രൈസ് അടിക്കും. ഈ 50 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 40ൻ്റെ അവസാനം ആയപ്പോൾ തന്നെ മിക്കവർക്കും പ്രൈസ് ഇല്ലാതായി. അതായത് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ വന്നിട്ടാണ് പിന്നെ 50 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൾക്കാർക്ക് സമ്മാനം എന്ന് പറഞ്ഞ സംഭവം കിട്ടാതെ പരാതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ 50 ടോട്ടലി 50 ആക്കുന്നത്. എന്നാൽ അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നു പിന്നെയും പ്രൈസ് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആ 33,000 രൂപ അവർ വേറെ എവിടെയെങ്കിലും കുളിച്ചിരുന്നെങ്കിൽ ഓക്കെ, 2,000 രൂപയുടെ സമ്മാനം ടോട്ടലി എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഈ 50 രൂപയാണെങ്കിൽ തന്നെ ഈ 50 രൂപയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും? ജനങ്ങൾക്ക് വേണ്ടത് ഈ സർക്കാരിനിപ്പം ടാക്സിൻ്റെ കാര്യത്തിനോ എന്തിനായിരിക്കും എനിക്ക് ഇതായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ 5,000 മുതലുള്ള പ്രൈസ് അപ് ടു 500 ഓക്കെയാണ്. ഈ പ്രൈസിലാണ് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നത്. 5,000, 2,000, 1,000, 500, 2,000 ഇപ്പം ഇല്ല. 50 എന്തിനാണെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ ഹോൾസെയിൽ കടയിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും പ്രൈസ് ടിക്കറ്റ് 50ൻ്റെ കെട്ട് കണക്കിന് അവരിരുന്ന് അടിച്ചടിച്ചടിച്ച് അവർക്ക് തന്നെ മടുപ്പായിട്ടുണ്ട്. ഈ സാധനം തന്നെ ലോട്ടറി ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അതും അതിനെക്കാട്ടി കൂടുതൽ മടുപ്പാകും. അപ്പോൾ ഇതിന് ശരിക്കും ഒരു മാറ്റം 50 രൂപയുടെ സമ്മാനം പോലും വേസ്റ്റാണ്. അതിനുവേണ്ടി തന്നെ ഇപ്പോൾ റിസൾട്ട് 2 മണിക്കൂർ റിസൾട്ടിന് പോകുന്നുണ്ട്. ഒരു ബമ്പറിൻ്റെ റിസൾട്ട് നറുക്കെടുക്കുന്ന തൊട്ട് അത്രയും ടൈമാണ് ഈ ഡെയിലി മാറ്റി വെക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ, അതായത് ഈ 50-ന് വേണ്ടി തന്നെ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ 258 തവണ നമ്പേഴ്സ് വായിക്കണം. അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ടൈം വേസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചില കച്ചവടക്കാരുണ്ട്. അവർ ഇപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് പോയി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവരുടെ 1 മണിക്കൂർ വേസ്റ്റ് ആവുക. നേരത്തെ 3 മണിക്ക് നറുക്കെടുപ്പ് തുടങ്ങിയാൽ 4-ന് റിസൾട്ട് കഴിക്കിട്ട് അവർ പോകും. ഇപ്പോൾ 5 മണിക്കാണ് കൈ വരുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെ 2 മണിക്കായിരുന്നു നറുക്കെടുപ്പ്. അപ്പോൾ 4 മണിക്കാണ് റിസൾട്ട് കൈ വരുന്നത്. അപ്പോൾ 2 മണിക്കൂർ നറുക്കെടുപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. എന്തിന് ഈ 50 രൂപ വായിക്കാനാണ് 3/4 മണിക്കൂർ കളയുന്നത്. ഈ 2 മണിക്ക് നറുക്കെടുപ്പ് വെച്ചിട്ട് അത് പിന്നെ മാറ്റുകയുണ്ടായി. ആരും കുറച്ച് ദിവസം ഉള്ളായിരുന്നു. അതും ആൾക്കാർക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ള അതായത് സമയം കിട്ടുന്നില്ല, വിറ്റ് തീർക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്നാലും ഇപ്പുറത്തെ 1 മണിക്കൂർ വേസ്റ്റ് ആണ്. നറുക്കെടുപ്പിന് പിന്നെ 1 മണിക്കൂർ ഡിലേ വരുന്നുണ്ടല്ലോ. 3 to 5 ഉണ്ട്, ഇപ്പം നേരത്തെ 2 to 4 ആയിരുന്നു. ഈ 5 ടിക്കറ്റൊക്കെ എടുത്തിരുന്ന ആൾക്കാർ എണ്ണം കുറച്ചു എന്ന് പറയാൻ പറയുന്നുണ്ട്. 5 ടിക്കറ്റ് അല്ല, എനിക്ക് പേഴ്സണലി അറിയാവുന്ന 100 ടിക്കറ്റിന് മേളിൽ എടുക്കാൻ ആൾക്കാരുണ്ട്. അവർ 12 ടിക്കറ്റ് അങ്ങനെയൊക്കെ വളരെ ഇതായിട്ട് കുറച്ചു. കാരണം പറ്റുന്നില്ല, അത് അവരെ കൊണ്ട്. കാരണം എവിടെന്നെങ്കിലും ഒരു പ്രൈസ് വന്നാലല്ലേ ഉള്ളൂ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത് പല ബ്ലോക്കുകളിൽ വിധിച്ച് കൊടുക്കുന്നതിന് പകരം ഈ നറുക്കെടുപ്പ് ഓക്കെ, മെഷീൻ വൈസാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ കുറേ അടി തന്നെ ഒരു ബ്ലോക്കിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ ലോട്ടറിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ തന്നെ ഒരുപാടുണ്ട്. അവിടെ തന്നെ ഇതുപോലെ ഡെയിലി പ്രതികരണങ്ങളെല്ലാം ഡെയിലി വരുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം ഇതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഫസ്റ്റ് പ്രൈസ് കൂട്ടിയത് കൊണ്ട് വല്ല മെച്ചമുണ്ടോ?
മെച്ചം എന്താണ് മെച്ചം എനിക്കറിയത്തില്ല അതിനെ ഔദ്യോഗികമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല. കാരണം പക്ഷെ ഒരു മെച്ചമില്ലല്ലോ. കാരണം ഒരാൾക്കല്ലേ ഇത്രയും പേരുടെ ആ ഒരു ഇതിൽ ഒരാൾക്ക് ആ ഫസ്റ്റ് പ്രൈസ് കൂട്ടുന്നുണ്ട്. ഈ ചെറിയ ചെറിയ പ്രൈസുകളായിട്ടുള്ള 5000 2000 ഒക്കെ അല്ലേ ശരിക്കും കൂട്ടുന്നത്. ഇവർ ഉദ്ദേശിച്ചേക്കുന്ന സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഇപ്പം 40 ലക്ഷം 75 ലക്ഷം അങ്ങനെ പലതായിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല ഈ 5000-ലും 2000-ലും 1000-ലും 500-ലും കൊടുത്താൽ ജനങ്ങൾ ഹാപ്പിയാണ്. അത് മാത്രം ഉദ്ദേശിച്ചാൽ അത് മാത്രം കൊണ്ടുപോയി പോയച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം, അതായത് കേരള ലോട്ടറി 40 രൂപയിൽ നിന്നും 50 രൂപയായി കൂട്ടാനും അതുപോലെ തന്നെ പ്രൈസ് മണിയുടെ കാര്യത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുമുള്ള സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം ശരിക്കും ലോട്ടറി എടുക്കുന്നവരെ വലച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ഗുണഭോക്താക്കളിൽ ഈ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്നൊക്കെ പറയുന്ന വൻകിട ലോട്ടറി കമ്പനികൾക്ക് ശരിക്കും ഇതൊരു വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കില്ല എന്നാണ് ചിലർ പറയുന്നത്. കാരണം അവരിലോട്ട് കൂടുതൽ ഇത് കൊണ്ടുവന്ന് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള കളികളെന്നും സംശയിക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ നരേന്ദ്രമോദി, അദാനി, അലയൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവരിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടതാണോ എന്നും സംശയമുണ്ട്. വമ്പൻ ലോട്ടറി കമ്പനികൾ, അതായത് മൊത്തത്തിൽ ഇതൊക്കെ അടക്കി ഭരിക്കുന്നവർക്ക് ഇത് ഒരു തരത്തിലും ബാധിക്കാത്ത വിധവും അതുപോലെ തന്നെ ഇടത്തരം അല്ലെങ്കിൽ സാധാരണ ഈ ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക് ഇതൊരു കനത്ത തിരിച്ചടിയുമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 40 രൂപയിൽ നിന്ന് 50 രൂപയിലേക്ക് ലോട്ടറി ഉയർത്തുകയും അതുപോലെ തന്നെ 50 രൂപ പോലുള്ള പ്രൈസ് മണികൾ കൂട്ടുകയും 5000-ൻ്റെ പ്രൈസ് മണികൾ കുറയ്ക്കുകയും 2000 ഒക്കെ എടുത്ത് കളയുകയും ചെയ്യുന്ന ഈ ഒരു നടപടി എന്തിനു വേണ്ടിയാണ്? പക്കാ ഉഡായിപ്പാണ് എന്ന് വരെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വൻകിട ബിസിനസ്സുകാരെ, വൻകിട ലോട്ടറി കമ്പനികളെ വളർത്തുന്ന, ബാക്കിയുള്ളവരെ തളർത്തുന്ന ഈ ഒരു സർക്കാർ നടപടി പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കച്ചവടക്കാർ പോലും പറയുന്നത്, ഇടത്തരം കച്ചവടക്കാർ പോലും പറയുന്നത് അവർക്ക് തൊഴിൽ വരെ നിർത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധനകാര്യമന്ത്രിയുടെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും ഈ ഒരു നീക്കത്തെ കർശനമായി വിമർശിക്കുകയാണ് ജനങ്ങൾ. ഈ ഒരു നീക്കം ഒട്ടും നല്ലതിനല്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ പൊതു അഭിപ്രായം.